ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും മലയാളത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന LDC, അതുപോലെ തന്നെ CPO, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പദമേത്? അല്ലേ, പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പദം: ഓപ്ഷൻ എ അസ്ഥിവാരം, ഓപ്ഷൻ ബി അപരാധം, ഓപ്ഷൻ സി ഓമനത്വം, ഓപ്ഷൻ ഡി ചെങ്ങാത്തം. അപ്പോൾ ഇതിൽ ഏതോ ഒരു വാക്കാണ് ശരി, അതേതെന്ന് കണ്ടെത്തണം. ഏതാണ് ആൻസർ? ഓമനത്വമാണ് അല്ലേ, ഓമനത്വം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓമനത്വമാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. ഇനി ഓരോ വാക്കും നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അസ്ഥിവാരം. അസ്ഥിവാരം എന്താ തെറ്റാവാൻ കാരണം? ആ തായല്ല വരേണ്ടത്, ദായല്ല വരേണ്ടത്, തായാണ് കേട്ടോ. അസ്ഥിവാരം തായാണ് അവിടെ വരേണ്ടിയിരുന്നത്. അതുപോലെ ഓപ്ഷൻ ബി അപരാധം. അപരാധത്തിന് എന്താ അവിടെ തെറ്റ്? അവിടെ ഈ ദായല്ല വരേണ്ടത്, മലന്ന ദായാണ് വരേണ്ടത് കേട്ടോ, അപരാധം. അതുപോലെ ചെങ്ങാത്തം. ചെങ്ങാത്തം എന്താ തെറ്റ്? ചേ അല്ല, ചങ്ങാത്തം എന്നാണ് പറയുന്നത് കേട്ടോ. ചങ്ങാത്തം എന്ന് മാത്രം മതി, ചേ വേണ്ട, ചാ മതി, ചങ്ങാത്തം. ഓക്കെ, അപ്പോൾ അസ്ഥിവാരത്തിന് തായാണ് വരേണ്ടത്, അതുപോലെ അപരാധത്തിന് മലന്ന ദായാണ് വരേണ്ടത്, അതുപോലെ ചെങ്ങാത്തമല്ല, ചങ്ങാത്തം എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ശരിയായിട്ടുള്ള വാക്ക് ഓമനത്വമാണ്. അടുത്ത ചോദ്യം: സ്ത്രീലിംഗം പദം എഴുതുക. ഗണകൻ. അപ്പോൾ ഗണകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഗണകി, ഓപ്ഷൻ ബി ഗണിക, ഓപ്ഷൻ സി ഗണക, ഓപ്ഷൻ ഡി ഗണകിനി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗണകൻ ഗണികയാണ്. ഗണകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഗണിക. ഗണകൻ ഗണിക. അടുത്ത ചോദ്യം: ശരിയായ പരിഭാഷ ഏത്? ടു ലേ ഓൺസ് കാർഡ് ഓൺ ദ ടേബിൾ. ടു ലേ ഓൺസ് കാർഡ് ഓൺ ദ ടേബിൾ എന്നതിൻ്റെ ശരിയായ പരിഭാഷ: ഓപ്ഷൻ എ ശിക്ഷ ഏറ്റുവാങ്ങുക, ഓപ്ഷൻ ബി ഉള്ള കാര്യം തുറന്നു പറയുക, ഓപ്ഷൻ സി മുന്നൊരുക്കം കൂടാതെ തത്സമയം പറയുക, ഓപ്ഷൻ ഡി ഒരു കാര്യം ആരംഭിക്കുക. ടു ലേ ഓൺസ് കാർഡ് ഓൺ ദ ടേബിൾ. ഇപ്പോൾ ഇവിടുത്തെ പരിഭാഷ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ഉള്ള കാര്യം തുറന്നു പറയുക. ഉള്ള കാര്യം തുറന്നു പറയുകയാണ് ആൻസർ. ഇപ്പോൾ ടു ലേ ഓൺസ് കാർഡ് ഓൺ ദ ടേബിൾ, ടു ലേ ഓൺസ് കാർഡ് ഓൺ ദ ടേബിൾ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഉള്ള കാര്യം തുറന്നു പറയുക. അടുത്ത ചോദ്യം: പിരിച്ചെഴുതാനാണ് സ്വാഗതം. സ്വാഗതം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് സ്വാഗതം എന്ന വാക്ക് പിരിച്ചെഴുതാൻ. ഇപ്പോൾ ഓപ്ഷൻ എ സ് പ്ലസ് ആഗതം, ഓപ്ഷൻ ബി സാ പ്ലസ് ആഗതം, ഓപ്ഷൻ സി സു പ്ലസ് ആഗതം, ഓപ്ഷൻ ഡി സ് പ്ലസ് ഗതം. സ്വാഗതം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? പല എക്സാമുകളിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. സു പ്ലസ് ആഗതമാണ്. സു പ്ലസ് ആഗതമാണ് സ്വാഗതം. സു പ്ലസ് ആഗതം സ്വാഗതം. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ പ്രാവ് എന്നതിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പ്രാവ് എന്നതിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇത് തന്നിരിക്കുന്നതിൽ ഏതോ ഒരെണ്ണം പ്രാവെന്ന വരാത്തതാണ്. അതേതെന്ന് കണ്ടെത്തണം. അപ്പോൾ ഏതാണ് ഇവിടെ പ്രാവെന്ന അർത്ഥം വരാത്ത പദം? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, പനസം. പനസം എന്നതിൻ്റെ അർത്ഥം ചക്കയാണ്, ചക്ക. പനസം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ചക്കയാണ്, ചക്ക. ബാക്കി മൂന്നും കളരവം, അതുപോലെ പാരാവതം,
അതുപോലെ കബോധം. ഈ മൂന്നിനും പ്രാവെന്ന് അർത്ഥമുണ്ട് കേട്ടോ. പ്രാവ്, കളരവം, പാരാവതം, അതുപോലെ കബോധം. ഇത് മൂന്നിനും പ്രാവെന്നർത്ഥം ഉണ്ട്. പനസം എന്നതിൻ്റെ അർത്ഥം ചക്കയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ശൈലിയുടെ ശരിയായ അർത്ഥമെന്ത്? ഗജനിമീലനം. ഗജനിമീലനം എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ ഉന്മൂല നാശം വരുത്തുക. ഓപ്ഷൻ ബി നല്ലതും ചീത്തയും വേർതിരിച്ചറിയുക. ഓപ്ഷൻ സി കണ്ടാലും കണ്ടില്ലെന്ന നാട്യം. ഓപ്ഷൻ ഡി അതിരുകടന്ന പ്രവൃത്തി. ഗജനിമീലനം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. കണ്ടാലും കണ്ടില്ലെന്ന നാട്യം. ഇപ്പോൾ ഗജനിമീലനം എന്നതിൻ്റെ അർത്ഥം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം എന്നതാണ് ഗജനിമീലനം എന്ന ശൈലിയുടെ അർത്ഥം. അടുത്ത ചോദ്യം. ഒറ്റപ്പദം എഴുതാനാണ് ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപ്പദം. ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ എ ചക്രകം. ഓപ്ഷൻ ബി പന്നകം. ഓപ്ഷൻ സി വമ്രി. ഓപ്ഷൻ ഡി കൈക്കീർ. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? കൈക്കീർ ആണല്ലേ. കൈക്കീർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൈക്കീർ. ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപ്പദം കൈക്കീറാണ്. കൈക്കീർ. ഇനി ബാക്കി കൂടി നമുക്കൊന്ന് നോക്കിപ്പോവാം. ഈ പന്നകം എന്താണ്? പന്നകം. ഓപ്ഷൻ ബി പന്നകം. പന്നകം എന്നതിൻ്റെ അർത്ഥം പാമ്പാണ് കേട്ടോ. പാമ്പ്. പന്നകം പാമ്പാണ്. അതുപോലെ വമ്രി. ഓപ്ഷൻ സി വമ്രി എന്നതിൻ്റെ അർത്ഥം ഉറുമ്പാണ്. ഉറുമ്പ്. വമ്രി എന്നതിൻ്റെ അർത്ഥം ഉറുമ്പ്. അതുപോലെ ചക്രകം. ചക്രകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭിച്ചെടുത്ത് തന്നെ എത്തിച്ചേരുന്നത് എന്ന ഒരു മീനിങ് വരുന്നതാണ് കേട്ടോ. ആരംഭിച്ചെടുത്ത് തന്നെ എത്തിച്ചേരുന്നത് തന്നെയാണ് ചക്രകം എന്ന് പറയുന്നത്. എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചക്രകം. അപ്പോൾ പന്നകം പാമ്പ്, വമ്രി ഉറുമ്പ്, ചക്രകം ആരംഭിച്ചെടുത്ത് തന്നെ എത്തിച്ചേരുന്നത്. ഇനി കൈക്കീർ എന്ന് പറയുന്നതാണ് ഒപ്പിന് പകരമിടുന്ന വര. ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപ്പദമാണ് കൈക്കീർ. അടുത്ത ചോദ്യം. പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ നിങ്ങൾ. ഓപ്ഷൻ ബി സ്വാമികൾ. ഓപ്ഷൻ സി ഭീഷ്മർ. ഓപ്ഷൻ ഡി മടിയർ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ നമുക്ക് ആൻസർ. സിമ്പിളായിട്ട് എഴുതാം. ഈ നിങ്ങൾ, സ്വാമികൾ, ഭീഷ്മർ ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനമാണല്ലേ. നമ്മളെ ബഹുമാന സൂചകമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. അപ്പം നിങ്ങൾ, സ്വാമികൾ, ഭീഷ്മർ, താങ്കൾ അതുപോലെയൊക്കെ ഉള്ളത് പൂജക ബഹുവചനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. മടിയർ അല്ലേ. മടിയർ. മടിയർ അലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. അലിംഗ ബഹുവചനത്തിൽ. ഇപ്പോൾ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് മടിയറാണ്. അടുത്ത ചോദ്യം. ശരിയായ വാക്യം കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം കണ്ടെത്തണം. ഓപ്ഷൻ എ ഇതിനെന്തു ഞാൻ സമാധാനം പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. ഓപ്ഷൻ ബി ഞാൻ ഇതിനെന്തു സമാധാനം പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. ഓപ്ഷൻ സി സമാധാനം ഇതിനെന്തു ഞാൻ പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. ഓപ്ഷൻ ഡി ഞാൻ സമാധാനം ഇതിനെന്തു പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ ഈ 4 വാക്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ആ തെറ്റ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലേ. ഓപ്ഷൻ എ നോക്കിയാൽ ഇതിനെന്തു ഞാൻ സമാധാനം പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. അങ്ങനെ നമ്മൾ പറയൂ? ഇല്ല. ഓപ്ഷൻ ബി ഞാൻ ഇതിനെന്ത് സമാധാനം പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതല്ലേ കറക്റ്റായിട്ട് വരുന്നത്. ഞാൻ ഇതിനെന്ത് സമാധാനം പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ സി നോക്കിയേ. സമാധാനം ഇതിനെന്ത് ഞാൻ പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. അങ്ങനെ നമ്മൾ പറയൂ? തെറ്റാണ്. അതുപോലെ ഓപ്ഷൻ ഡി ഞാൻ സമാധാനം ഇതിനെന്ത് പറയുമെന്നോർത്ത് അസ്വസ്ഥനാവുകയായിരുന്നു. അതും അവിടെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ.
അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. വാമം. വാമം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ മോദം, ഓപ്ഷൻ ബി ദക്ഷിണം, ഓപ്ഷൻ സി ഉഗ്രം, ഓപ്ഷൻ ഡി ഗർഹ്യം. മോദം, ദക്ഷിണം, ഉഗ്രം, ഗർഹ്യം. വാമം എന്നതിൻ്റെ വിപരീത പദം. എന്താണ് ആൻസർ? വാമം ദക്ഷിണമാണ് കേട്ടോ. ഓപ്ഷൻ ബി ദക്ഷിണം. വാമം എന്നതിൻ്റെ വിപരീത പദം ദക്ഷിണമാണ്. വാമം, ദക്ഷിണം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, മോദം. മോദം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഖേദമാണ് അല്ലേ? ഖേദം. ഖേദം, മോദം. ഖേദം, മോദം. അതുപോലെ ഓപ്ഷൻ സി ഉഗ്രം. ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം ശാന്തമാണ്. ഉഗ്രം, ശാന്തം. അതുപോലെ ഓപ്ഷൻ ഡി ഗർഹ്യം. ഗർഹ്യം എന്നതിൻ്റെ വിപരീത പദം ശ്ലാഘ്യമാണ്. ശ്ലാഘ്യം. ഗർഹ്യം, ശ്ലാഘ്യം. ഇപ്പം മോദം, ഖേദം, വാമം, ദക്ഷിണം, ഉഗ്രം, ശാന്തം, ഗർഹ്യം, ശ്ലാഘ്യം. ശ്ലാഘ്യം. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ മലയാളത്തിൻ്റെ ഒരുപാട് മോക്ക് ടെസ്റ്റ് രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ PSC മലയാളം എന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുപോലെ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വരുന്ന LDC അതുപോലെ തന്നെ SI, CPO തുടങ്ങി ഒട്ടനവധി എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കൂടി കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് മലയാളത്തിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അതുപോലെ CPO എക്സാം എഴുതുന്നവർ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നമ്മൾ ഇതിനു മുമ്പ് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളതാണ്. കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ കണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.